ഓണത്തിൻ്റെ നാളുകളിലേക്ക് മലയാളി കടക്കുകയാണ്. നമുക്കറിയാം VR ഫൗണ്ടേഷൻ എന്ന നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു ജീവകാരുണ്യ പ്രവർത്തനം ഓണത്തിൻ്റെ നാളുകളിൽ അത് ചെയ്യാൻ കഴിഞ്ഞ രാജേഷ്, അതുപോലെ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും അദ്ദേഹത്തിൻ്റെ പിതാവ് വിശാണനും മാതാവ് രാജേശ്വരി അമ്മയൊക്കെ തന്നെ അവരുടെയൊക്കെ തന്നെ ഒരു പ്രചോദനം ഉൾക്കൊണ്ടാണ് രാജേഷ് അദ്ദേഹത്തിൻ്റെ വരുമാനത്തിൽ നിന്നും അദ്ദേഹം ജോലി ചെയ്ത് കിട്ടുന്ന വരുമാനത്തിൽ നിന്നൊരു തുക മാറ്റിവെച്ചുകൊണ്ട് ഇപ്പോൾ പറയപ്പെടുന്ന പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ കാണിച്ചൊരു മനസ്സിന് ഈ ഘട്ടത്തിൽ എല്ലാവിധത്തിലുള്ള അഭിനന്ദനങ്ങളും അർപ്പിക്കുകയാണ്. ആളുകളുടെ ഉള്ളിലെ മനുഷ്യത്വവും സ്നേഹവും ഒക്കെ തന്നെ കുറഞ്ഞു വരുന്ന കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള നന്മപരമായിട്ടുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ കാണിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മനസ്സിന് എല്ലാവിധത്തിലുള്ള ആശംസകളും ഈ ഘട്ടത്തിൽ അർപ്പിക്കുകയാണ്. അടുത്ത പ്രാവശ്യം ബൃഹത്തായ പരിപാടി ചെയ്യുന്നു. 4 വാർഡിലുള്ള 4 പേർക്ക് ഉപജീവനം 2027 എന്ന് പറഞ്ഞ പ്രോഗ്രാം. അവർക്ക് വീട്ടിൽ കട വേണമെങ്കിൽ പണിഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ അവർ ഉരുട്ടുവണ്ടിയോ അല്ലെങ്കിൽ ചായക്കടയുടെ സെറ്റപ്പോ എന്തായാലും ചെയ്തു കൊടുക്കും. അതെങ്ങനെ ഈ 4 വാർഡിൽ നിന്ന് വാർഡ് മെമ്പർ ഇപ്പം 62 പേരെ കൊണ്ടുവന്നതും വാർഡ് മെമ്പർമാരാണ്. ഞാൻ ആരെയും സെലക്ട് ചെയ്തില്ല. കഴിഞ്ഞതിനെ സെലക്ട് ചെയ്തത് അതിന്റെ പരാതിയിലും പരിഭവം കാരണം ഇപ്രാവശ്യം വാർഡ് മെമ്പർമാരെ ഏൽപ്പിച്ചു. അപ്പം ഇനിയും ഈ 4 പേർക്ക് നമ്മൾ കൊടുക്കുന്നത് 4 വാർഡിലുള്ള ആൾക്കാരെ മെമ്പർമാരെ സെലക്ട് ചെയ്തത്. അവർക്ക് കട അല്ലെങ്കിൽ എന്തെങ്കിലും തൊഴിൽ എന്തെങ്കിലും അവർക്ക് സെറ്റപ്പായിട്ട് കടമുറി പണിഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ അവർക്ക് ഉരുട്ടുവണ്ടി അല്ലെങ്കിൽ ചായക്കടയാണെങ്കിൽ ചായക്കടയ്ക്ക് സെറ്റപ്പ് എല്ലാം. എന്തായാലും ശരി. നമസ്കാരം. ഓണക്കാലമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പെരുനാട് ഗ്രാമപഞ്ചായത്തിലെ ഇടവട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ്. കളഭം എന്ന് പറയുന്ന വീട്ടിലാണ് നിൽക്കുന്നത്. ഈ ഓണക്കാലത്ത് നമ്മുടെയൊക്കെ വീടുകളിൽ ഒരു തിരി തെളിയിക്കുമ്പോൾ മറ്റു വീടുകളിലും ഒരു തിരി തെളിയിച്ച് ആ മനുഷ്യരുടെയൊക്കെ മനസ്സിൽ ഒരു പ്രകാശമായി മാറാൻ കഴിയുന്ന ആ പ്രവൃത്തി ചെയ്യുന്ന ഒരു രാജേഷ് ചേട്ടൻ്റെയും അവരുടെ കുടുംബത്തിൻ്റെയും കൂടെയാണ് ഇന്ന് ഓണം ആഘോഷിക്കാൻ എത്തിയിരിക്കുന്നത്. വളരെ ഔചാരിതമായിട്ടാണ് ഞങ്ങളിവിടെ എത്തിയത്. വളരെ മനസ്സ് നിറഞ്ഞ ഒരു പരിപാടിയാണ് ഇവിടെ കണ്ടത്. ഏതായാലും ഏകദേശം ഒരു 60ഓളം നിർധനരായിട്ടുള്ള ക്യാൻസർ രോഗികൾക്ക് ഈ ഓണക്കാലത്ത് അവർക്ക് വേണ്ടുന്ന ചെറിയ സഹായം നൽകുന്ന ഒരു കുടുംബത്തെയാണ് കാണാൻ കഴിച്ചത്. ഏതായാലും നമ്മുടെ നാടിനാകെ, നമ്മുടെ കേരളത്തിനാകെ മാതൃകയായിട്ടുള്ള ഓണത്തിന് ദാനകർമ്മം ചെയ്യാൻ കാണിച്ച ഈ ഒരു മനസ്സിന് ആദ്യം തന്നെ ഒരു നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഏതായാലും നമ്മളോടൊപ്പം ഈ 4 വാർഡുകളിലെ ജനപ്രതിനിധികളുണ്ട്. പ്രസിഡന്റാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ഇതൊരു വലിയ പബ്ലിസിറ്റി ആയിട്ട് നടത്താൻ ആഗ്രഹമില്ലാത്ത ഒരു കുടുംബമാണ് ഇവർ. എന്നാലും ഇത്തരത്തിലുള്ള ദാനകർമ്മങ്ങൾ മറ്റുള്ളവരും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഏതായാലും നമുക്ക് ഈ ഫാമിലിയോടൊപ്പം അല്പനേരം ചിലവഴിക്കാം. അതിൻ്റെ ഒരു കാഴ്ചകളും ഇവർക്ക് പറയാനുള്ളതുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യണം. ഇത് നമ്മുടെ കേരളത്തിനാകെ അഭിമാനകരമായ ഒരു വാർത്ത കൂടിയാണ്. ബഹുമാന്യരെ, വളരെ അപൂർവമായ ഒരു കാഴ്ചയിലാണ് ഞങ്ങളെല്ലാവരും. നമുക്കറിയാം, ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ നമ്മുടെ നാട്ടിൻപുറത്ത് വളരെ അപൂർവമായി മാത്രമാണ് കാണാൻ കഴിയുന്നത്. മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് ആർദ്രമായ മനസ്സിനുടമയായിട്ടുള്ള ആളുകളൊക്കെ കഴിയും. കാര്യം നമ്മുടെ കണ്ണുകളിൽ കാണാ കാഴ്ചകൾ, അല്ലെങ്കിൽ നമ്മുടെ കണ്ണുകൾക്ക് വേദനയും ഹൃദയത്തിന് വേദനയൊക്കെ ഉണ്ടാകുന്ന കാഴ്ചകൾ കാണുമ്പോൾ ആ കാഴ്ചകൾ കാണുന്നത് അതിന് പരിഹാരം ഉണ്ടാക്കാൻ പരിശ്രമിക്കുക എന്നുള്ളത് നേരത്തെ പറയുന്ന രാജേഷിനെ പോലെയുള്ള ആളുകൾ, ആർദ്രമായ ഹൃദയമുള്ള ആളുകൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ആ നിലയിലുള്ളൊരു മഹത്തായ പ്രവർത്തനത്തിനാണ് രാജേഷ് അദ്ദേഹത്തിൻ്റെ തുച്ഛമായ വരുമാനം കൊണ്ട് തുടക്കം കുറിച്ചിട്ടുള്ളത്. നേരത്തെ നിരവധിയായിട്ടുള്ള മറ്റു ആളുകൾ അറിയാതെ തന്നെ നിരവധിയായിട്ടുള്ള സാമൂഹിക പ്രവർത്തനങ്ങൾ അദ്ദേഹം ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട്. അതിനോടൊപ്പം വളരെ വിപുലമായി ഇത്തരം പരിപാടികൾ നടത്താൻ അദ്ദേഹം ആലോചിക്കുകയാണ്. അദ്ദേഹത്തിന് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു വിഹിതം, അദ്ദേഹത്തിന് ബിസിനസ് അല്ല, ഒരു ജോലിയാണ് ഗൾഫിൽ. ആ വിദേശത്ത് ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ഒരു പങ്ക് മാറ്റിവെച്ചിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ അദ്ദേഹം വിനിയോഗിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഇത്തരം കാര്യങ്ങളൊക്കെ, പ്രത്യേകിച്ച് ക്യാൻസർ പേഷ്യൻ്റ്, ഈ 3-4 വാർഡുകളിലെ 10-65ഓളം വരുന്ന ക്യാൻസർ പേഷ്യൻ്റാണ് ഇന്നിവിടെ വിളിച്ചു ചേർത്തവർക്ക് വിവിധങ്ങളായ സഹായങ്ങൾ ചെയ്തിട്ടുള്ളത്. അത്തരത്തിലൊരു സഹായം ചെയ്യാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഘടകം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ മാതാവും വിശാവളച്ചേട്ടനും അമ്മയും ഒക്കെ തന്നെ ഒരുപക്ഷെ ഈ രോഗത്തിലെ പിടിയിലകപ്പെടുകയും ഇപ്പോൾ അവർ വളരെ സന്തോഷത്തോടു കൂടി അതിന് ഒരു പരിധിവരെ വിമുക്തി നേടി വളരെ സന്തോഷത്തോടു കൂടി അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഘട്ടത്തിലാണ് അത്തരത്തിലുള്ള ആളുകളെ, ആ വിഭാഗത്തിൽപ്പെട്ട ആ രോഗത്തിനടിമയായിട്ടുള്ള ആളുകളെ കണ്ടെത്തി പ്രത്യേകം സഹായിക്കണം എന്നൊരു മനസ്സ് തോന്നുകയും അങ്ങനെ അദ്ദേഹം ഒരു ഫൗണ്ടേഷൻ തന്നെ, VR ഫൗണ്ടേഷൻ എന്നതിൽ ഒരു ഫൗണ്ടേഷൻ തന്നെ രൂപീകരിച്ചുകൊണ്ട് ഇത് ഈ വർഷത്തോടെ അവസാനിക്കുകയല്ല, തുടർന്ന് എല്ലാ വർഷങ്ങളിലും അദ്ദേഹം ഈ മേഖലയിൽ നിൽക്കുന്നിടത്തോളം കാലം, അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്നിടത്തോളം കാലം ഈ പറയപ്പെടുന്ന പാവപ്പെട്ട ആളുകളെ സഹായിക്കാനും ചേർത്ത് നിർത്താനും ഉള്ള പരിശ്രമം അദ്ദേഹം നടത്തും എന്നൊരു വാഗ്ദാനം കൂടി അദ്ദേഹം ഇതിൻ്റെ ഭാഗമായി നൽകിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൽ നിന്ന് അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം കാഴ്ചകൾ തിരികെ പിടിക്കാൻ, നമ്മുടെ നാട് അന്യമാകുന്ന ഇത്തരത്തിലുള്ള നന്മകളെ തിരികെ പിടിക്കാനും മറ്റുള്ള ആളുകളെ, പാർശ്വവൽക്കരിക്കപ്പെട്ട
പാവപ്പെട്ട ആളുകളെ ചേർത്ത് നിർത്താൻ രാജേഷിനെ പോലുള്ള ആളുകൾ കാണിക്കുന്ന ആ ഒരു വലിയ മനസ്സ് എത്ര പ്രശംസിച്ചാലും ഒരുപക്ഷെ അതൊരു അധികമാകില്ല. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സംരംഭത്തിന് ഈ VR ഫൗണ്ടേഷനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ നിഴൽ പോലെ ഏതാണ്ട് സജിതയും 2 മക്കളും ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധമായിട്ടുള്ള സഹായങ്ങളും വാഗ്ദാനം ചെയ്ത് അവരോടൊപ്പം രാജേഷിനോടൊപ്പം അടിയുറച്ച് നിൽക്കുകയാണ്. രാജേഷിനൊക്കെ ഒരുപടി മുന്നിൽ എത്തണമെന്നുള്ള നിലയിൽ ആ ഒരു വലിയ മനസ്സിൻ്റെ ഉടമകളായി അവരെല്ലാവരും കൂടെ നിൽക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സംരംഭം കൂടുതൽ ആളുകളിലേക്ക് എത്താനും കൂടുതൽ ആളുകൾക്ക് സഹായം എത്തിക്കാനും കഴിയത്തക്ക നിലയിലേക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എല്ലാവിധമായിട്ടുള്ള അഭിവൃദ്ധിയും നന്മകളും അദ്ദേഹത്തിൻ്റെ ജോലിയിലും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നല്ല ആരോഗ്യത്തോടുകൂടി ജീവിച്ചിരിക്കാനും കഴിയത്തക്ക നിലയിലേക്കുള്ള നല്ല എല്ലാവിധമായിട്ടുള്ള ആശംസകളും ഈ ഘട്ടത്തിൽ നേർന്നുകൊണ്ട് ചുരുക്കുന്നു. നന്ദി. ശ്രീ രാജേഷ് അവരച്ഛൻ വിശ്വനാഥപിള്ളയുടെയും രാജേശ്വരി അമ്മയുടെയും പേർക്ക് തുടങ്ങിയ ഒരു ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ ഇന്ന് 60-ൽ പരം ക്യാൻസർ പേഷ്യൻസിന് അവർക്ക് ഓണപ്പുടവ, ഓണക്കിറ്റ്, അതുപോലെ തന്നെ അവർക്കൊരു ചെറിയ ഓണസദ്യ ഉൾപ്പെടെ കൊടുക്കുന്ന ഒരു വലിയൊരു പരിപാടി ഞങ്ങളെല്ലാം പങ്കെടുത്തു. അത് ഈ നാളിൽ വളരെയധികം മനസ്സിന് സന്തോഷം തരുന്ന ഒരു കടമയാണ്. ശ്രീ രാജേഷ് അദ്ദേഹത്തിൻ്റെ ഗൾഫ് ജീവിതത്തിൽ അദ്ദേഹത്തിന് അവിടെ നിന്ന് കിട്ടുന്ന അദ്ദേഹത്തിൻ്റെ വരുമാനത്തിൽ നിന്ന് ഏകദേശം നല്ലൊരു തുകയും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് ഇപ്പോൾ ചിലവഴിക്കുന്നത്. ഇത്തരം പ്രവൃത്തിയിലൂടെ അദ്ദേഹം മറ്റുള്ള ജനങ്ങൾക്കൊരു മാതൃകയാവുകയാണ്. തൻ്റെ ചുറ്റും കാണുന്ന, തൻ്റെ കൺവെട്ടത്ത് കാണുന്ന, തൻ്റെ അടുത്ത സമീപ പ്രദേശത്തുള്ള 4 വാർഡിൽ നിന്നാണ് ഇത്രയും പേരെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇത്രയും മാതൃകാപരമായ പ്രവർത്തനം നടത്തിയ രാജേഷിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും അർപ്പിക്കുകയാണ്. ഇത് മറ്റുള്ളവർക്കൊരു പ്രചോദനമായി ഇത്തരം പ്രവർത്തികളിലൂടെ യഥാർത്ഥത്തിൽ ഓണത്തിൻ്റെ സങ്കല്പം ആരും പട്ടിണിക്കാരോ അല്ല ദാരിദ്ര്യമുള്ളവരോ ആരും തൻ്റേതായ കൺവെട്ടത്ത് കാണുകയില്ല എന്ന സങ്കല്പത്തോടെ ചെയ്യുന്ന ഇത്തരം പരിപാടികൾ വളരെയധികം മഹത്തരവും പുണ്യകർമ്മവുമാണെന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നു. നമസ്കാരം. VR ഫൗണ്ടേഷൻ എന്നിവിടെ നടത്തിയ ഓണത്തോടനുബന്ധിച്ചുള്ള ഈ പരിപാടിയിൽ 60ഓളം പേർക്ക് ക്യാൻസർ ബാധിതരായിട്ടുള്ള 60ഓളം പേർക്കാണ് ഇന്നിവിടെ ഓണക്കിറ്റ്, ഓണപ്പുടവ, ഓണസദ്യ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചത് തന്നെ വളരെ ഒരു സന്തോഷമായിട്ട് കരുതുന്നു. VR ഫൗണ്ടേഷൻ്റെ സാരഥി രാജേഷ് കളഭം, എൻ്റെ വാർഡിലെ ചേട്ടൻ, എൻ്റെ വാർഡിലുള്ള നിരവധി പ്രവർത്തനങ്ങൾക്ക് എനിക്ക് താങ്ങും തണലുമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഇപ്പം തന്നെ കുഞ്ഞുങ്ങൾക്ക് സൈക്കിള്, പിന്നെ 10ാം തരത്തിലും +2നും പഠിച്ച കുട്ടികൾക്ക് ആദരവ്, പിന്നെ കിടപ്പ് രോഗികൾക്ക് ആയിട്ടുള്ള ഫുഡ് കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളിലും ചേട്ടൻ മുന്നിലാണ്. അപ്പോൾ എല്ലാവിധ നന്മകളും നേരുന്നു. ഈ ഒരു പരിപാടി VR ഫൗണ്ടേഷൻ്റെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഇനിയും ഇതുപോലെ ഈ VR ഫൗണ്ടേഷന് അവരുടെ അച്ഛൻ്റെ അമ്മയുടെ പേരിൽ തുടങ്ങിയ ഈ ഒരു പരിപാടി ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് വളരെ സന്തോഷവും വളരെ അഭിമാനവുമാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, ഇതിൻ്റെ ചെയർമാൻ കൂടിയായ ശ്രീ രാജേഷ് കളഭം ഈ നാട്ടിലെ ഒരു വലിയ പൊതുപ്രവർത്തകൻ കൂടിയാണ്. നാട്ടിലെ വളരെ രോഗബന്ധമായി കിടക്കുന്ന അല്ലെങ്കിൽ മറ്റ് പഠന സഹായങ്ങൾ അടക്കമുള്ള മറ്റ് നാട്ടിലെ എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങളും സജീവമായി നിൽക്കുന്ന ഒരാളാണ് ശ്രീ രാജേഷ് കളഭവും അവരുടെ കുടുംബവും. ഈ പരിപാടിയിൽ പങ്കെടുത്തതിൽ വളരെ അഭിമാനവും സന്തോഷവുമുണ്ട്. VR ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങൾ തുടർന്നും പോകണമെന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഇടവട്ടം പ്രദേശത്ത് ഉളിയങ്ങാട് കേന്ദ്രമായി ഉളിയങ്ങാട് കുടുംബാംഗങ്ങളും ബന്ധുക്കളും എല്ലാം ചേർന്ന് VR ഫൗണ്ടേഷൻ എന്ന പേരിൽ രൂപീകരിച്ചിട്ടുള്ള ട്രസ്റ്റ് നടത്തുന്ന നിരവധിയായ മാതൃകാ പ്രവർത്തനങ്ങളുണ്ട്. അതിലൊന്നാണ് ഇന്നിവിടെ നടന്നിട്ടുള്ള ക്യാൻസർ പേഷ്യൻ്റ് 4 വാർഡുകളിലെ ക്യാൻസർ പേഷ്യൻ്റ് കിറ്റ് കൊടുക്കുന്ന ഒരു പ്രവർത്തനം. ഇത്തരം ഉദാത്തമായ മാതൃകകൾ നമ്മുടെ നാട്ടിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വിശ്വാളച്ചേട്ടനെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ദീർഘകാലം പൊതുപ്രവർത്തകൻ. അദ്ദേഹം കാഷ്യൂ ഫാക്ടറി മാനേജരായി കുറേ നാൾ പ്രവർത്തിച്ചു. രണ്ടാളും അവർ രാജേശ്വരി അമ്മ ചേച്ചിയും അതുപോലെ തന്നെ വിശ്വാളച്ചേട്ടനും എല്ലാം ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ അവരുടെ പേരിൽ അവർക്ക് മനസ്സിന് സന്തോഷം പകരുന്ന രൂപത്തിലേക്ക് ഒരു ട്രസ്റ്റ് രൂപം കൊള്ളുക എന്ന് പറയുന്നത് തന്നെ ഒരു ചെറിയ കാര്യമല്ല. അതൊരു മാതൃകാ പ്രവർത്തനമാണ്. അതിനകത്ത് കക്ഷി രാഷ്ട്രീയ അതീതം എല്ലാവരും അതിനെ സഹായിക്കുന്നു. അവരുടെ പ്രവർത്തനങ്ങൾ അങ്ങേറ്റം ആദരിക്കുന്നു. എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് അവസാനിക്കും. ബാല്യകാല സുഹൃത്തും സ്കൂളിൽ ശിവറാം NSS ഹൈസ്കൂളിലെ ഒരേ ക്ലാസ്സിൽ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ച് വളർന്നതാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ പേരിൽ VR ഫൗണ്ടേഷൻ എന്ന ഒരു സംരംഭം, ഒരു ചാരിറ്റബിൾ സംരംഭം ഏറ്റെടുക്കുകയും അതിൻ്റെ പുരോപ്രവർത്തനങ്ങൾ നടത്തി വരികയും ചെയ്യുന്നുണ്ട്. അദ്ദേഹം അതിപ്പോൾ ഇന്ന് ഇത്രത്തോളം വളരെ മഹനീയമായ രീതിയിൽ ഇന്ന് വളരെ ഗംഭീരമായി ഓണക്കാലത്ത് പരിപാടി നടത്തി. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും. അദ്ദേഹം തുടർന്നും വരും വർഷങ്ങളിലും ഓരോ മാസവും ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ നടത്തി അദ്ദേഹത്തിന് എല്ലാവിധ ഭാവങ്ങളും അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ ഭാഗം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ ഏറ്റവും മുതിർന്ന അംഗമാണ് വല്യച്ഛനായിട്ടുള്ള ശ്രീ വിശ്വനാഥപിള്ള.
അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ കാലഘട്ടം തന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിലും സമുദായ പ്രവർത്തനത്തിലൊക്കെ തന്നെ ജനക്ഷേമകരവും ജനനന്മയുമായിട്ടുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ വലിയ ചെയ്തിട്ടുണ്ട്. അന്ന് മുതൽ തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ ബേബിയണ്ണനും ഇവിടെ തന്നെ ഒരു ലൈബ്രറിയുടെ സജീവ പ്രവർത്തനം, അതിൻ്റെ സെക്രട്ടറിയും ഭാരവാഹിയൊക്കെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ കൊച്ചുനാൾ തന്നെ പഠിക്കുന്ന സമയത്ത് തന്നെ ചെയ്തിട്ടുള്ള മനുഷ്യനാണ്. മനുഷ്യൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന സ്നേഹം വളരെ വലുതായി തന്നെ നാട്ടിലാകെ എത്തിക്കാൻ കിട്ടുന്ന തൻ്റെ വരുമാനത്തിൻ്റെ ഭാഗം മറ്റുള്ളവർ കൂടി കരുതാൻ കാണിക്കുന്ന ഒരു വലിയൊരു മനസ്സാണ് എൻ്റെ ചേട്ടനുള്ളത്. അദ്ദേഹം എൻ്റെ ചേട്ടനാണെന്ന് പറയാൻ എനിക്ക് വളരെയധികം അഭിമാനം തോന്നുന്ന ഒരു നിമിഷം കൂടിയാണ്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നാട്ടിലൊക്കെ ഉണ്ടായ അത് സമൂഹത്തിനാകെ തന്നെ ഒരു മുതൽക്കൂട്ടാകും. അതിന് ചേട്ടച്ചാർ കാണിച്ച ആ മനസ്സ് വളരെ വലുതാണ്. ഞങ്ങളൊക്കെ തന്നെ കുടുംബപരമായി ചിലപ്പോൾ ഒക്കെ കുറ്റപ്പെടുത്താറുണ്ട്, കിട്ടുന്ന കാശിങ്ങനെ കൊടുത്താൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് നാളെ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. അപ്പോൾ ഇന്ന് നമുക്കൊപ്പമുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് വലിയ കാര്യം. അതിന് സപ്പോർട്ടായി തന്നെ ഏട്ടത്തിയും മക്കൾ രണ്ട് ആമ്പിള്ളേരാണ്. അവന്മാരും അതിന് വളരെ സപ്പോർട്ടായി തന്നെ എല്ലാ കാര്യങ്ങളും തന്നെ കൊണ്ട് അതൊരു വലിയ കാര്യം തന്നെയാണ്. ഈ ജനക്ഷേമം മുമ്പോട്ട് പോകട്ടെ, അതിന് അദ്ദേഹത്തിന് എല്ലാവിധമായ ആരോഗ്യവും ഉണ്ടാകാൻ സർവേശ്വരൻ നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ എല്ലാവിധമായ പ്രവർത്തനം മുമ്പോട്ട് പോകട്ടെ എന്നുള്ള ആശംസകളാണ് ഈ ഫൗണ്ടേഷൻ്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ തോട്ടിങ്കര കലാത്മ ക്ലബ്ബ്, പിന്നെ തോട്ടിങ്കര പൗരസമിതി എന്ന് പറയുന്ന ഒരു ചെറിയ സംഘടനയുണ്ട്. അപ്പം നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് 100ഓളം പേര് ഉണ്ട്. അപ്പം ഈ ഒരു ഇതിലേക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ്, പിന്നെ ഞങ്ങളെ ബേബി ചേട്ടൻ, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പ്രോഗ്രാമുകളായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ്. അപ്പം ഇങ്ങനെ ഒരു വലിയ സംരംഭം അപ്പം ആളുകൾക്ക് കാണുമ്പോൾ അത് വളരെ ചെറുതാണെന്ന് തോന്നും. പക്ഷേ ഇത് ഒരുപാട് പേരുടെ ഉള്ളിൽ ഉണ്ടാക്കി ഇരിക്കുന്ന ആ ഒരു എഫക്റ്റ് വളരെയേറെ പറയാൻ പറ്റില്ല. അവരുടെ സന്തോഷം ഇത്തരത്തിലുള്ള നല്ല പ്രവർത്തനങ്ങളുടെ കൂടെ ഞങ്ങളെന്നും ഉണ്ടാകും. കലാത്മയുണ്ടാകും, തോട്ടിങ്കര പൗരസമിതിയും ഉണ്ടാകും. ഇതെല്ലാം ഈ രണ്ട് സമിതികളുടെയും പ്രവർത്തകരാണ്. അപ്പോൾ വളരെയധികം സന്തോഷം, സ്നേഹം. VR ഫൗണ്ടേഷൻ എന്നുള്ളത് വിശ്വനാഥപിള്ള, രാജേശ്വരി അമ്മ എന്നീ രണ്ടുപേരുടെ പേരിലാണ് ഈ ഫൗണ്ടേഷൻ രൂപീകരിച്ചത്. അത് നമ്മുടെ എൻ്റെ കുളങ്ങാട് കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന എൻ്റെ വല്യച്ഛനും ശ്രീ രാജേഷ് കുമാറിൻ്റെ അച്ഛനുമാണ്. രാജേഷ് കുമാറിൻ്റെ ചേട്ടൻ രാജേന്ദ്രൻ, അദ്ദേഹം മരണപ്പെടുകയല്ല. 3 പേരുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ഫൗണ്ടേഷൻ ഉണ്ടായത്. നിരവധിയായിട്ടുള്ള സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ഇതുവരെ നടന്നുകൊണ്ടത്. അതിനൊരു സംഘടനാ രൂപത്തിലേക്കാണ് ഇപ്പോൾ ആക്കിയിട്ടുള്ളത് VR ഫൗണ്ടേഷൻ വരെ. തുടർന്ന് ഞങ്ങൾ അടുത്തതായി ശ്രമിക്കുന്നത് നിർധനരായ രോഗികൾക്ക് സ്വന്തമായ വസ്തു ഉണ്ടെങ്കിൽ അവരുടെ വസ്തു വീടിന് മുമ്പിലായി ഒരു കട വെച്ചു കൊടുക്കാനുള്ള പ്രാരംഭമാണ് അടുത്തായി ശ്രീ രാജേഷ് കുമാർ ആലോചിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അങ്ങനെ ഇല്ലാത്ത ആളുകൾക്ക് കച്ചവടം നടത്താനായി ഉന്തുവണ്ടി അത് നൽകുന്ന കാര്യത്തെക്കുറിച്ചും അദ്ദേഹം ഇന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. കുട്ടികൾക്ക് പഠിക്കാൻ സാമ്പത്തിക സഹായം നൽകുക, നിർധനരായ രോഗികൾക്ക് സാമ്പത്തിക സഹായം നൽകുക, അതോടൊപ്പം തന്നെ എന്തെങ്കിലും തൊഴിൽ മാർഗ്ഗം ഉണ്ടാക്കി കൊടുക്കുക തുടങ്ങി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് പൂർണ്ണമായും ഈ ഫൗണ്ടേഷൻ ആലോചിച്ചിട്ടുള്ളത്. ഇത് ശ്രീ രാജേഷ് കുമാർ കളഭത്തിൻ്റെ സാമ്പത്തിക വരുമാനത്തിൻ്റെ ഒരു ഭാഗം മാറ്റിവെച്ചുകൊണ്ടാണ് ഇത് നടന്നിട്ടുള്ളത്. ഇതിനൊരു വലിയ സംരംഭമായി മാറ്റാൻ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെല്ലാം കൂടി ചേർന്ന് ആലോചിക്കുന്നുണ്ട്. ഇതിനൊരു വലിയ സംരംഭമായി മാറ്റി ഈ നാട്ടിലെ എല്ലാവർക്കും കഴിയാവുന്ന സഹായം എത്തിക്കാനുള്ളൊരു ശ്രമമാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. ഈ സമയത്ത് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം എന്നാണ്, സഹകരണം അതോടൊപ്പം തന്നെ ആശംസകൾ ഉണ്ടാവണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇതിനെ ഒരു നല്ല ജീവകാരുണ്യ പ്രവർത്തനമായി എല്ലാവർക്കും മാതൃകാ പ്രവർത്തനമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഞങ്ങളുടെ ശ്രമത്തിന് നിങ്ങൾ എല്ലാവരുടെ പിന്തുണയും സഹായവും സഹകരണവും പ്രതീക്ഷിച്ചു. ഇത്തരത്തിലൊരു പരിപാടി വളരെ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ് ശ്രീ രാജേഷ് കളഭം നടത്തുന്നത്. കാരണം അദ്ദേഹം ആരും അറിയാതെ ചെയ്തുകൊണ്ട പ്രവൃത്തികളാണ്. എന്നാൽ അദ്ദേഹം സ്വന്തം വസതിയിൽ ഈ ഒരു ഓണക്കാലത്ത് നിർധനരായ 10-60 കുടുംബങ്ങളെ വിളിച്ചു വരുത്തി അവരോടൊപ്പം ഇരുന്ന് ഒരു ആഹാരം കഴിക്കുവാൻ കാണിച്ച വലിയൊരു മനസ്സ് ഈ കാലഘട്ടത്തിൽ ലഭിക്കാത്ത ഒരു കാര്യമാണ്. കാരണം എല്ലാവരും സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കി സ്വന്തം ജീവിത സൗകര്യങ്ങളും സ്വന്തം സന്തോഷങ്ങൾക്കും പോകുന്ന ഈ ഒരു സമയത്ത് ശ്രീമാൻ രാജേഷ് കളഭം ഇത്തരത്തിലുള്ളൊരു പ്രവൃത്തി ചെയ്യുവാൻ തയ്യാറായതിൽ ആ കുടുംബത്തെയും ആ VR ഫൗണ്ടേഷനെയും അങ്ങേയറ്റം ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.